ഡയാനെ, ഇത് വളരെ മോശമായിപ്പോയി കേട്ടോ. എന്ത് വൃത്തിയുടെ പണിയാണ് കാണിച്ചത്. ഇത്രയൊക്കെ അടുത്തിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഡയാനെ. എന്താ മണിക്കൂട്ടാ എന്റെ പിഷാരടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതി. എനിക്ക് അനാവശ്യമായ മെസ്സേജ് വന്നപ്പോൾ ഞാൻ കേസ് കൊടുത്തു. എങ്ങനെ മെസ്സേജ്? മെസ്സഞ്ചറിൽ അയച്ചോ? ആ, അനാവശ്യമായിട്ടുള്ള മെസ്സേജ് അയച്ചോ? അതെ. ഞാൻ അങ്ങനെ അയച്ചിട്ടില്ലെന്ന്. എന്താ മണിക്കൂട്ടാ, നമ്മൾ ഒന്നിച്ചൊരു ആർട്ടിസ്റ്റ് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നതല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ അയക്കും തോന്നുന്നു. ഞാൻ അങ്ങനെ അയച്ചിട്ടില്ല. ഇയാളുടെ പ്രൊഫൈൽ പിക്ചർ വെച്ച അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. എന്ത് മെസ്സേജാ വന്നത്? പുറത്തു പറയാൻ പറ്റില്ല. അത് ശരി, എന്റെ പടം പ്രൊഫൈൽ പിക്ചർ വന്നോണ്ടാണോ എന്റെ പേര് കേസ് കൊടുത്തത്? പിഷാരടി, താജ്മഹലിന്റെ പടം പ്രൊഫൈൽ പിക്ചർ ആയിട്ടുള്ള പലരും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ താജ്മഹലിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റൂ? പല ദൈവങ്ങളുടെയും പടം അങ്ങനെ വെച്ചിട്ടുണ്ട്, പലരും പ്രൊഫൈൽ പിക്ചറായിട്ട്. ആരെങ്കിലും ഇങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ ദൈവങ്ങളുടെ പേര് കേസ് കൊടുക്കൂ? എന്തൊന്നാണ് ഈ കൊച്ചി കാണിക്കുന്നത്? കാര്യങ്ങൾ അറിയാതെ. സത്യമായിട്ട് ഞാനല്ല. രമേശേട്ടാ, ഇങ്ങനെ എന്തൊക്കെയാണ് മെസ്സേജ് എന്ന് അറിയോ? എന്താണ്? എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്റെ ശബ്ദം നല്ലതാണ്, എനിക്ക് നല്ല ഭാവിയുണ്ട്. ഇതൊക്കെ രാത്രി 12 മണിക്ക് ഇങ്ങനെ എനിക്ക് അയച്ചു തരുവാ. മണിക്കൂട്ടാ, 12 ആണോ 10 മണിയാണോ എന്നുള്ളതല്ല, ഇല്ലാത്ത കാര്യങ്ങൾ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞുണ്ടാക്കരുത് കേട്ടല്ലോ. വിഷു രാവിലെ ഞാൻ ഉറങ്ങി കിടന്നപ്പം സൈബർ സെല്ലിൽ നിന്ന് ഒരു എസ് ഐ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നത് ഞാൻ അവിടെ വരെ ചെന്ന വാടക എസ് ഐ എൻ്റെ ചെവിടത്തുണ്ട്. അടിച്ചാ? ഓ, അതന്നെ, പോലീസുകാർ നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും കണ്ടിട്ടില്ലേ? ആ കണ്ടേനാ അടിച്ചത്. ആ, കേസിന്റെ പിന്നായിരുന്നു. അടി മാത്രമല്ലെന്ന്, പിന്നെ കുനിച്ചു നിർത്തി എന്റെ പുറത്ത് ഇടിക്കുന്നു, എന്റെ കൈയെല്ലാം കൂടെ പിടിച്ച് തിരിക്കുന്നു, എന്റെ പേരിൽ കുത്തി ഓടിക്കുന്നു. എന്തിനാ ഇതൊക്കെ അനുഭവിക്കുന്നത്? അപ്പൊ മണിക്കൂട്ടൻ പറയണ്ടേ നമ്മുടെ രമേശ് പിഷാരടിയുടെ ഒക്കെ കൂടെ പരിപാടി ചെയ്യുന്ന ആളാന്ന് പറയണ്ടേ? അത് പറഞ്ഞപ്പോ നിർത്തി. ആ, അതാണ്. എന്നിട്ടാ എസ് ഐ പോലീസുകാരെ വിളിച്ച് കയറി മേഞ്ഞോളാൻ പറഞ്ഞു.